ഇവിടെ ബേപ്പൂർ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദർശനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ബേപ്പൂർ ഫസ്റ്റാണ്. ബേപ്പൂർ ഫസ്റ്റ് മറ്റന്നാളാണ് തുടങ്ങുന്നത്. ബേപ്പൂർ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കഴിഞ്ഞത്. ഇന്ന് ഈ ഹെലികോപ്റ്റർ സഞ്ചാരമുണ്ട്. ഹെലികോപ്റ്ററിൽ ആർക്കാണ് കയറാം ഇന്നത്തെ ദിവസം. അതാണ് ബേപ്പൂരെ പുലിമുട്ടാണ് കാണുന്നത്. പുലിമുട്ട് എത്രയോ കടലിൻ്റെ ഉള്ളിലേക്ക് പോണ പുലിമുട്ടാണ്. കടലിൻ്റെ ഉള്ളിലേക്ക് പോണ പുലിമുട്ടാണ്. കടൽ എത്രയോ ദൂരം കടലിൻ്റെ ഉള്ളിലേക്ക് പോവാം പുലിമുട്ട് കൂടി. അതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ബേപ്പൂർ തുറമുഖം. ബേപ്പൂർ തുറമുഖമാണ്. ബേപ്പൂർ തുറമുഖത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബേപ്പൂർ തുറമുഖത്തിൽ കപ്പലൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ ബോട്ട് സർവീസും ഉണ്ട്. ബേപ്പൂർ താലിയത്തേക്ക് അത് കുറഞ്ഞ റേറ്റിനാണ്. ഇതൊക്കെ കടമുറികളൊക്കെ തുടങ്ങിയിരുന്നു. മറ്റന്നാളെന്ന് പറഞ്ഞാൽ 4-ാം തീയതി 5-ാം തീയതിയാണ് തുടങ്ങുന്നത് ബേപ്പൂർ ഫസ്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് കണ്ടില്ല. ഇതൊക്കെ കടലിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ കടലേ. ഇവിടെയൊക്കെ കടലാണ്. കടലിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളാണ്. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നത്. ഇതൊക്കെ നല്ലോണം പുലിമുട്ടൊക്കെ നല്ലോണം സജ്ജീകരിച്ചിരിക്കുന്നു. നല്ല ഭംഗിയാക്കിക്കുന്നു പുലിമുട്ടൊക്കെ. എത്രയോ ദൂരത്തോളം ഉണ്ട് ബേപ്പൂർ പുലിമുട്ട് എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരത്തോളം പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എവിടേക്ക് ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ആളുകൾ ഇതിപ്പോൾ നട്ടുച്ച സമയം, എന്നിട്ടും കൂടി ആളുകൾ കുറേ വരുന്നുണ്ട്. ഇടയ്ക്ക് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ പറ്റില്ല. ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കും. ഇതൊക്കെ ഓരോരോ സസ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കും. കടലിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ കടലാണ്. ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ പോകുന്നുണ്ട്. എത്രയോ ബോട്ടുകളുണ്ട്. ബോട്ടുകളും കപ്പലുകളും ഒക്കെ പോകും. പുലിമുട്ട് എത്രയോ ദൂരത്തോളം ഉണ്ട്. ഇനി കുറേ പോകണം. നട്ടുച്ച എനിക്കൊണ്ട് പോകാനാവില്ലതാ. നട്ടുച്ച സമയം എനിക്കുണ്ട്. അല്ലേ പോയിന് കഴിയുന്നിടത്താൾ പോയി ഒക്കെ ആവണമെങ്കിൽ. കണ്ടില്ല എവിടെയൊക്കെ നല്ല സൗകര്യം നല്ല സ്ഥലങ്ങളാണ്. ഒക്കെ നടക്കാനുള്ള പരവതാനി പോലത്തെ സ്ഥലങ്ങളാണ്. അതുകൊണ്ടല്ലേ പുലിമുട്ടിൻ്റെ ഉള്ളിലെ അവിടേക്ക് നടക്കാൻ നല്ല സൗകര്യമുള്ള പാതകളാണ് ഉണ്ടാക്കി. ഇവിടെയൊക്കെ കടലിൻ്റെ എത്രയോ ഉള്ളോട്ടുള്ള ഭാഗങ്ങളാണ്. കടലൊക്കെ കടലാണ്.
കടലിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ കടല. കണ്ണെത്താ ദൂരത്തോളം പരന്നെടുക്കുന്നതാ. ഇനി കുറേ പോകാണ്ട്. കടലാണ് ഇതൊക്കെ. ബേപ്പൂർ പുലിമുട്ട്, ബേപ്പൂർ കപ്പൽ നിർമ്മാണശാല, ബേപ്പൂർ പോർട്ട് ഒക്കെ ഇവിടെ അടുത്തടുത്തായിട്ടൊക്കെ. കണ്ടില്ലേ കണ്ടില്ലേ എത്രയോ ദൂരത്തോളം പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആളുകൾ കുറേ ദൂരത്തോളം പോവും. എത്രയോ ദൂരമുണ്ട് കടലിൻ്റെ ഉള്ളിലേക്കാണ്. എത്രയോ ദൂരത്തോളം പരന്ന് കിടക്കുന്നതാണ്. പുലിമുട്ടാണ്. തിരമാല അടിക്കുന്ന കണ്ടില്ലേ കടലില്ല. ബേപ്പൂർ കടലാണ്. ബേപ്പൂർ പോർട്ട്. ഇവിടെ കക്ക വാരുന്നവരൊക്കെ ഉണ്ടോ? കക്ക വാരുന്നുണ്ട്. കക്ക വാരുക, മീൻ പിടിക്കുക, ഒക്കെ സൈഡിൽ നിന്നൊക്കെ മീൻ പിടിക്കും അല്ലേ. കക്ക വാരുകയൊക്കെ ചെയ്യുക. കക്ക വാരുക. നല്ല വഴികളാണ്. ഹെലികോപ്റ്റർ അതാ. ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്ന അവിടെ. ഹെലികോപ്റ്ററിലൊക്കെ ആൾക്കാർക്ക് കയറിയിട്ട് ഇതൊക്കെ ആകാശ നിരീക്ഷണം നടത്താം. ആകാശത്തോട് ബേപ്പൂർ തുറമുഖമൊക്കെ കാണാം. ബേപ്പൂർ ഫസ്റ്റിന് വന്നാൽ ആളുകൾക്ക് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് എല്ലാം നിരീക്ഷിക്കാം. ബേപ്പൂർ തുറമുഖവും എല്ലാതും നിരീക്ഷിക്കും.